കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമുക്ക് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ തെളിയുന്നതായിരിക്കും. പോസ് ചെയ്ത് വായിക്കുക. ഇവിടെ രാജ് എന്ന് പറയുന്ന വ്യക്തി എത്ര രൂപയാണ്? 5000 രൂപ. 5000 രൂപയാണ് പുള്ളിക്കാരൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. 5000 രൂപ ഇട്ടു. എത്ര വർഷത്തേക്കാണ് ഇട്ടത്? 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് ഇട്ടേക്കുന്നത്. എൻ്റെ എന്ന് പറയുന്നത് 2 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരന് 2 വർഷം കഴിയുമ്പോൾ 1050 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന് നമുക്ക് ബേസിക്കായിട്ട് 2 മെത്തേഡ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യം പറയുന്ന മെത്തേഡ് ബേസിക് മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എ എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് എന്ന് പറയുന്നത് P × 1 + R/100 ഇവിടെ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എമൗണ്ട് എത്രയായിരിക്കും? പ്രിൻസിപ്പൽ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും ടോട്ടൽ എമൗണ്ട് ആയിട്ട് കിട്ടുക. ഇവിടെ 5000 + 1050 6050 എന്ന് പറയുന്നത് 5000 × 1 + R നമുക്ക് അറിയില്ല, ആറാണ് കണ്ടുപിടിക്കേണ്ടത്. 100 × (n) എന്ന് പറയുമ്പോൾ 2 വർഷം. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇതിന് ഇപ്പുറത്ത് കൊണ്ടുപോകാൻ 6050/5000 = 100 + R/100 ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. എത്ര വരും? 121 100. ഈ റൂട്ടിങ് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഹോൾ റൂട്ടാവും. 100 + R/100 എന്ന് പറയുമ്പോൾ √121/100 വരും. 11/100. 11/10 എന്ന് പറയുന്നത് എത്ര വരും? നമുക്ക് 100 + R/100 വരികയും നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് R എന്ന് പറയുന്നത് 10% എന്ന് പറഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള മെത്തേഡ്. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യരുത്? ബാങ്കിൽ നമുക്ക് ആ കൂടി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 30 സെക്കൻഡൊക്കെയാണ് ടൈം എടുക്കുന്നത്. സോ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുക. അതിനുവേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കോൺസെപ്റ്റാണ്. A/P മെത്തേഡ് എന്ന് പറയും. A/P മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്താ എമൗണ്ട് എത്രയാണെന്ന് പറയുന്നുണ്ട്? എമൗണ്ട് 6050 രൂപയാണെന്ന് പറയുന്നത്. പ്രിൻസിപ്പൾ എത്രയാണ്? 500 രൂപയാണെന്ന് പറയുന്നത്. ഇതിൻ്റെ റേഷ്യോ എടുക്കണം. റേഷ്യോ എടുക്കുമ്പോൾ എത്ര തന്നെ വരും? 121/100 എന്ന് വരും. ഓക്കെ, 121/100 എന്ന് വരും. അപ്പം നമ്മൾ 2 വർഷമാണ് ഇവിടെ പറയുന്ന സമയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതിൻ്റെ റൂട്ട് എടുത്ത് കൊടുക്കുക. അപ്പം 11:10 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇത് എമൗണ്ട്, ഇത് പ്രിൻസിപ്പൾ. 10 എന്ന് പറയുന്ന പ്രിൻസിപ്പൾ 11ലേക്ക് ആവണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ വ്യത്യാസം എത്ര? 1. ഔട്ട് ഓഫ് പ്രിൻസിപ്പൾ എത്ര? 10 × 100 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10%. ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഥവാ ഇപ്പോൾ ഒരു 3 ഇയേഴ്സ് ആയിരുന്നു. 3 ഇയേഴ്സ് ആണ്. നമുക്ക് റേഷ്യോ എങ്ങനെ വന്നു? 1331/1000 എന്ന് വന്നിട്ടുണ്ടെന്ന് വെച്ചു. എക്സാമ്പിൾ ആണെങ്കിൽ മാച്ച് പോയി 3 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എത്ര ഇടാം? എത്ര വർഷമുണ്ടോ അതിൻ്റെ അതേ കണക്ക് റൂട്ട് എടുക്കണം. 3rd റൂട്ട് എടുക്കണം. 3 വർഷമാണെങ്കിൽ 3rd റൂട്ട് എടുക്കണം. 4 വർഷമാണെങ്കിൽ 4th റൂട്ട് എടുക്കണം. അങ്ങനെ എടുക്കണം. അപ്പോൾ ഇവിടെ എത്ര വരും? 11/10 വരും. കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോകണമെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഇപ്പോൾ 100 എന്ന് പറയുന്ന എമൗണ്ട് 110 എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അവിടുത്തെ റേറ്റ് 10 ആണ്. 10% റേറ്റ്. ഇപ്പം 10 എന്ന് പറയുന്ന എമൗണ്ട് 11 എന്ന് പറഞ്ഞ എമൗണ്ട് ആയി. അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്ത് സംഭവിക്കും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസ് ആണെങ്കിൽ ഇതേ സെയിം റേഷ്യോയിലായിരിക്കും വീണ്ടും പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ 2 വർഷം ആകുമ്പോഴത്തേക്ക് എത്രയാവും? 100 എന്ന് പറയുന്ന എമൗണ്ട് 110 ആവും. 3 വർഷം ആകുമ്പോഴത്തേക്ക് 1000 എന്ന് പറയുന്ന എമൗണ്ട് 1331 ആവും. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ A/P മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് എമൗണ്ട് എടുക്കുക, എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ എടുക്കുക. ഇപ്പോൾ എത്ര വർഷമാണെന്ന് നോക്കുക. 2 വർഷമാണെങ്കിൽ റൂട്ട് എടുക്കുക, 3 വർഷമാണെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കുക, 4 വർഷമാണെങ്കിൽ 4th റൂട്ട് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യോ കിട്ടും. അതിനകത്ത് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി ഇപ്പോൾ നമ്മൾ ചെയ്ത് നിർത്തിയ സാധനം അതേ മോഡൽ ക്വസ്റ്റ്യൻ നിന്നും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഇവിടെ നമുക്ക് പ്രിൻസിപ്പൾ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൾ എത്ര രൂപയാണ്? 12600 രൂപയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് 2 വർഷം 10% ഇൻട്രസ്റ്റിൽ എത്ര രൂപയായി മാറുമെന്നാണ് ചോദ്യം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാവുമെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് നമുക്ക് A/P മെത്തേഡ് ചെയ്തുകൂടെ? എമൗണ്ട് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. എമൗണ്ടിന് പകരം നമുക്കിവിടെ ആരുണ്ട്? പ്രിൻസിപ്പിൾ ഉണ്ട്, റേറ്റും ഉണ്ട്, വർഷവും ഉണ്ട്, ഇയേഴ്സും ഉണ്ട്. ഇയേഴ്സ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഒരു
എക്സാമ്പിൾ നോക്കൂ, 100 രൂപ ആണ് 10% ഇട്ടിരുന്നതെങ്കിൽ എത്രയാവും? ഒരു വർഷം ഇട്ടേക്കാണെന്നുണ്ടെങ്കിൽ 110 എന്ന് പറയുന്നതാവും എമൗണ്ട്. അപ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് വരും 10 എന്ന് പറയുന്നത് 11 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ 2 വർഷമില്ലേ? 2 വർഷം ഉള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിനെ സ്ക്വയർ ചെയ്തു. അതായത് 100 എന്ന് പറയുന്ന എമൗണ്ട് എത്രയായി? 121 എന്നുള്ളൊരു എമൗണ്ടായി മാറി. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ്, അതായത് ഈ 21 ഇവിടുത്തെ CI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 100 എന്ന് പറയുന്നത് പ്രിൻസിപ്പളും ഈ 121 എന്ന് പറയുന്നത് എമൗണ്ടുമാണ്. ഓക്കെ, ഇവിടെ പ്രിൻസിപ്പൾ നമുക്കറിയാം ആരാണ്? 126.00 12,600 രൂപയാണ് 100 എന്ന് പറയുന്നത്. നമുക്ക് ആരെ കണ്ടുപിടിച്ചാൽ മതി? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ആരെ കണ്ടുപിടിച്ചാൽ മതി? 21 എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 126 × 21 ചെയ്താൽ പോരെ? ഈ 2 zeros എത്തിപ്പോകും. 1 എന്ന് പറയുന്നത് 126 ആയിട്ട് വരും. 21 എത്രയാണ് കണ്ടുപിടിച്ചാൽ മതി. 6, 2, 1, 12, 5, 6, 4, 6, 2,646 രൂപ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതേ മോഡലിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാവുന്നതായിരിക്കും. ഇവിടെ എന്താ പറയുന്നത്? ഒരു സമ്മ് തന്നിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പൾ എത്രയാണെന്ന് പറയുന്നുണ്ട്? 1,200 രൂപയാണെന്ന് പറയുന്നുണ്ട്. എമൗണ്ട് അത് എത്ര ആയി മാറി? 2 വർഷങ്ങൾക്ക് ശേഷം ആ എമൗണ്ട് 1,348 രൂപ 32 പൈസയായി മാറി. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഇതെന്താണ്? എമൗണ്ട് ആണ് ഈ 1,348 രൂപ. A/P നമ്മൾ കണ്ടുപിടിച്ചൂടെ? നമ്മളെ മെത്തേഡ് A/P എടുക്കുമ്പോഴത്തേക്ക് എന്താണ്? 1,348.32/1200. ഇവിടെ 2 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഡെസിമൽ അങ്ങ് മാറി കിട്ടും. ഓക്കെ, ഈ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയുക. മാക്സിമം കട്ട് ചെയ്ത് 2 വർഷമാണ്. 2 വർഷമാണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. 2 വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്? റൂട്ടാണ് എടുക്കാനുള്ളത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് ഏതെങ്കിലും റൂട്ട് ആവുന്ന ഒരു ഫോർമാറ്റിൽ എത്തിക്കുക. അപ്പൊ നമ്മളിവിടെ എനിക്ക് പെട്ടെന്ന് 6 ആണ് എട്ടാൻ തോന്നുന്നത്. 2, 0, 0, 0, 0, 2, 14, 2, 28, 4, 43, 6, 7, 12, 2. ഇനി അതിൽ വെട്ടാൻ പറ്റും? 2 തന്നെ വെട്ടാൻ പറ്റും നമുക്ക്. 2 ആണോ? 4 വെട്ടിക്കൂടെ? 4, 72, 4 വെട്ടാം. ഓ 4 വെട്ടുമ്പോൾ 5, 24, 6, 72 എത്ര? 18. എത്ര? 4 വെട്ടുമ്പോൾ 5000. വീണ്ടും നമുക്ക് വെട്ടാൻ പറ്റും. 25 2 വെട്ടിക്കൂടെ? 2 വെട്ടുമ്പോഴത്തേക്ക് 2,500 ആവും. താഴെ എത്ര വരും? 28.09. ഇപ്പൊ നോക്കും, A/P എന്ന് പറയുന്നത് 28.09/2500. 28.09 നമ്മൾ സ്ക്വയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അറിയാം എത്രയുടെ സ്ക്വയർ ആണ്? 53ന്റെ സ്ക്വയർ ആണ്. ഈ 2,500 എന്ന് പറയുമ്പോൾ 50ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 50 എന്ന് പറയുന്ന എമൗണ്ട് 2 വർഷങ്ങളാകുമ്പോഴത്തേക്ക് എത്രയാവും? 53 എന്ന് പറഞ്ഞ എമൗണ്ട് ആവും. അപ്പൊ അവിടുത്തെ റേറ്റ് എത്രയായിരിക്കും? അവിടുത്തെ ഇൻട്രസ്റ്റ് എത്രയാണ് വന്നത്? 3 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് 3 ആണ്. ബൈ പ്രിൻസിപ്പൾ എത്രയാണ്? 50 × 100 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആരെ കിട്ടും? റേറ്റ് എത്രയാണെന്ന് കിട്ടും. അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് 6%. ഓക്കെ, അപ്പോൾ ഇനി ഇത് കണക്കത്തെ കോൺസെപ്റ്റ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. ബേസിക് ക്ലാസ് തൊട്ട് വേണമെന്നുണ്ടെങ്കിൽ ബേസിക് ക്ലാസ് തൊട്ട് എടുത്ത് തരുന്നതായിരിക്കും.